അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, വിശുദ്ധമായ റമദാൻ ഇന്ന് നമ്മൾ 29ാമത്തെ ദിനത്തിലാണ്. ഇന്ന് മഗ്രിബോടുകൂടി ഒരു പക്ഷേ നിലാവ് കണ്ടാൽ, പിറ കണ്ടാൽ നമ്മൾ ഷവ്വാലിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ റമദാനിൻ്റെ അതിപ്രധാനപ്പെട്ട അവസാനത്തെ മണിക്കൂറെന്ന് പറയാനില്ല, സെക്കൻഡുകളിലൂടെ, മിനിറ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്ക് നേടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ആ പുണ്യം നേടിയിട്ടില്ല എങ്കിൽ ഇനിയുള്ള ഈ ഒരു സെക്കൻഡ് സമയങ്ങളിൽ ആ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നേടാനും, അതുപോലെ തന്നെ നരകമോചനം കിട്ടാനും, സ്വർഗപ്രവേശനം കിട്ടാനും, എല്ലാത്തിലും ഉപരിയായി ഈ വിശുദ്ധമായ റമദാൻ നമ്മളോട് സലാം പറഞ്ഞു പോകുന്ന ഈ അതിശ്രേഷ്ഠമായ സമയത്ത് ആ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനും ഇൻഷാ അല്ലാഹ് നമുക്ക് ആ റമദാനിനെ കണ്ണീരോടുകൂടി യാത്രയാക്കണം. എങ്ങനെ? നമുക്ക് ഒരുപാട് ദിക്റുകൾ പറഞ്ഞ്, തസ്ബീഹുകൾ പറഞ്ഞ്, സ്വലാത്തുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ഈ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്ത മുഴുവൻ പുണ്യങ്ങളും അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ഇനിയും ജീവിതത്തിൽ ഒരുപാട് റമദാനുകളെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ലോകത്തിലെ മുഅ്മിനീങ്ങൾ കണ്ണീരോടുകൂടി, അല്ലേ, ഒരൊറ്റ കണ്ണുനീര് തുള്ളി നമ്മുടെ കണ്ണിൽ നിന്നും വന്നാൽ അത് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ അനുകൂലമായിട്ടുണ്ട് എന്നതിൻ്റെ വലിയ സാക്ഷ്യപത്രമാണ്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറാനൊക്കെ ഈ ഒരു സമയത്ത് നമുക്ക് ദ്വാരക്കാം. അപ്പോൾ റമദാനിൻ്റെ അവസാനത്തെ മിനിറ്റുകളിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പോകുന്ന ഈ സമയത്ത് നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി എല്ലാ കാര്യവും പറഞ്ഞു ദ്വാരക്കാം. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യം മുതൽ അവസാന സമയം വരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മൾ സാധാരണ പറയാറുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله. അടുത്ത ദിക്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വിശുദ്ധമായ റമദാൻ അല്ലേ, ഇനി നമുക്കറിയില്ല അടുത്ത റമദാനിന് നമ്മൾ ഉണ്ടാകുമോ എന്ന്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ചിരിച്ചും കളിച്ചും നമ്മളോട് ഒന്നിച്ച് നോമ്പ് തുറന്നും നമ്മൾ നോമ്പ് തുറക്ക് ക്ഷണിച്ചും ഒക്കെ ആയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ടാകും, ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നു. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ. ഇന്ന് പല ആളുകളും ഈ റമദാനിൽ അവരൊക്കെ ഖബറിലാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത റമദാന് നമ്മളുണ്ടോ, നമ്മൾ ഖബറിലാണോ, ഭൂമിക്ക് മുകളിലാണോ താഴെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏത് സമയത്തും മരണം വരാം. അപ്പോൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കാനും അതുപോലെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് ഉണ്ടാവാനും ഇനിയും ഒരുപാട് റമദാനുകളെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അതിലൊക്കെ ഇബാദത്ത് എടുക്കാനും വേണ്ടി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിലേക്ക് ദുആരക്കണം. അതിനു മുമ്പ് കുറച്ച് ദിക്റും സ്വലാത്തും നമ്മൾ പറയുകയാണ്. നമ്മുടെ ഈ ഒരു സമയത്തുള്ള ദുആ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദിക്റിൻ്റെ ഈ മജ്ലിസിനെ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പേരുകളിൽ അതിപ്രധാനമാണ് രാജാതിരാജനായ അള്ളാഹുവെ എന്ന അള്ളാഹുവിനെ വിശേഷിപ്പിക്കൽ. അതെങ്ങനെയാണ്? ആ പേര് പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ആ ഇസ്മ എങ്ങനെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്
യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. വിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തിലെ എല്ലാ സമയത്തും ഒറ്റ രാവുകളിലും ഇരട്ട രാവുകളിലും മുഴുവൻ സമയങ്ങളിലും നമ്മൾ പറയേണ്ട 2 പ്രധാനപ്പെട്ട ദിക്റുണ്ട്. അതിൽ ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ നിന്നും മോചനം കിട്ടാനും സ്വർഗപ്രവേശനം നമുക്ക് കിട്ടുവാനും നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു ദിക്ർ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ഒരു ദിക്ർ, നരകത്തിൽ നിന്നും അല്ലാഹുവെ മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10 അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളിൽ മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും ആഫുവിനെ, മാപ്പിനെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് ആ ദിക്ർ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം.
اللهم إنك عفو تحب العفو فاعف عني. 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 ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 നമ്മൾ തൗബ അധികരിപ്പിക്കണം. തൗബയുടെ വാചകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്തിഗ്ഫാർ പറയലാണ്. അസ്തഗ്ഫിറുല്ലാ എന്ന വാക്ക് പറയലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ നമുക്ക് പല രൂപത്തിലും പറയാം. ആദ്യം നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള തരത്തിലുള്ള ഇസ്തിഗ്ഫാർ, അതൊരു വലിയ നേട്ടമാണ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കും തോറും നമുക്ക് അല്ലാഹു ഒരുപാട് നേട്ടങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് ആ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം,
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇനി നമ്മൾ പറയുന്നത് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരൊക്കെ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ 4 വരി ബൈത്ത് പാടണമെന്നാണ് ഓരോ മുഅ്മിനായ ആളുകളോടും പറയുന്നത്. കാരണം ഇതൊരു തൗബയുടെ വാക്കാണ്, തൗബയുടെ ബൈത്താണ്, തൗബ ബൈത്താണ്. അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുകയും ഇസ്തിഗ്ഫാർ പറയുകയും അള്ളാഹുവെ നരകത്തെ തൊട്ട് മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ, സ്വർഗത്തിൽ കടക്കാനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല, നരകത്തിൽ കടക്കാനോ ഞങ്ങൾക്ക് കഴിയുകയുമില്ല എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു 4 വരി ബൈത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചതൊന്ന് പാരായണം ചെയ്യാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العليم. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളിനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും ഒക്കെ നേരിട്ട് പറഞ്ഞും ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമൻറ്റായൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് തെറ്റുപാടുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ അല്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 3-ാമത്തെ 10-ലാണല്ലോ ഞങ്ങളുള്ളത്. അതിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോവുകയാണ്. റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്തിലും ഖൈറിലും ആക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഈ പരിശുദ്ധമായ റമദാനിൽ അതിന്റെ അവസാനത്തെ 10-ൽ ഞങ്ങൾ നരകമോചനം ചോദിക്കുകയാണ്. നരകത്തിൽ നിന്നും മോചനം തരണേ അല്ലാഹ്. സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തോടു കൂടി കടന്നു പോവാനുള്ള തൗഫീഖിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പ്രതികൂലമായി പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ. റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റി തരണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരാണ്, വീടുകളിൽ കഴിയുന്നവരാണ്. റഹ്മാനെ സ്വന്തമായി മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും അത് വൃത്തിയാക്കാൻ പോലും കഴിവില്ലാതെ റഹ്മാനെ കിടന്ന കിടപ്പിൽ ഒരുപാട് നാളുകളായി നരകയാതന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ ഖൈർ എന്താണോ അത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി 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 അവസാനം ഈ വാപ്പ എന്താ മരിക്കാത്തത്, ഈ ഉമ്മ എന്താ മരിക്കാത്തതെന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ എത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധത്തിൽ കിടപ്പിലായി പോകുന്ന അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്.
ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ, മാരകവുമല്ലാത്തതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഇന്നത്തെ മജ്‌ലിസിൽ ആരെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരെയും നീ കാക്കണേ അല്ലാ. ഈ ആമീൻ പറയുന്ന പാവപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നീ കാക്കണേ റഹ്മാനെ. കമന്റ് എഴുതുന്ന ഒരുപാട് സാധുക്കളായ ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങൾ, ഉമ്മമാര്, എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ വാഹനമില്ലാത്തവരുണ്ട്, സ്വന്തമായി ഖൈറായ ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ഒരുപാട് ചെറുപ്പക്കാരികൾ ദ്വാരക്കാൻ പറഞ്ഞു. ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഗർഭിണികളായ ഒരുപാട് സഹോദരിമാര് ഞങ്ങളുടെ കുടുംബാദികളിലുണ്ട്. റബ്ബേ, അവർക്കെല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആൺ പെൺ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മക്കൾ കാരണം കണ്ണീര് കുടിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് മക്കളൊക്കെ കഞ്ചാവിന്റെ അടിമയാണ്, മറ്റു മോശത്തരത്തിന്റെ അടിമയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാൻ 1 മുതൽ ഈ ദിവസം വരെ മുടങ്ങാതെ ഞങ്ങളുടെ ഈ മജ്‌ലിസ് കാണുന്ന, ഈ ദിക്റിന്റെ തസ്ബീഹിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാര് ഉപ്പമാര്, ഞങ്ങളുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാനസികമായ സാമ്പത്തികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ നീ ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ള ഞങ്ങളുടെ മക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ, റഹ്മാനെ, എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്തും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഇന്നത്തെ മജ്‌ലിസിൽ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു എല്ലാവരെയും നീ ഏറ്റെടുത്തവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ദോഷികളായ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ മാപ്പ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വലുതാക്കിയത്. റഹ്മാനെ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിലെ, ഗസയിലെ, അതുപോലെ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് മുസ്ലിമീങ്ങൾ. നിന്റെ സഹായം നീ തടഞ്ഞു വെക്കല്ലേ അല്ലാ. നിന്റെ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹിഫാദത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവരുണ്ട്. സുന്നത്ത് നിസ്കരിച്ചവര്, ഫർള് നിസ്കരിച്ചവര്, അതുപോലെ തന്നെ നോമ്പുകൾ ഒട്ടും മുടങ്ങാതെ പിടിച്ച ആളുകളുണ്ട്. ഒരുപാട് സക്കാത്ത് കൊടുത്തവര്, സ്വതക്ക് കൊടുത്തവര്, ഹദിയ കൊടുത്തവര്, റഹ്മാനെ നോമ്പ് തുറപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇഅ്തികാഫ് ഇരുന്നവര്, ഖുർആൻ ഓതിയവര്, അല്ലാഹുവേ നല്ലത് പറഞ്ഞവര്, നല്ലത് കേട്ടവര്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. നീ റമളാനിന് അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാൻ.
റഹ്മാനേ. അല്ലാഹുവേ, റമളാനിൽ ഞങ്ങൾ പരസ്പരം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നീ നിലനിർത്തി തരണയല്ല. കുടുംബത്തിൽ ഐശ്വര്യം നൽകണയല്ല. പിണക്കങ്ങളെ തൊട്ട് കാക്കണയല്ല. ഇണക്കം തരണേ റഹ്മാനേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا الشهر العظيم رمضان شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്‌ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പിലുള്ള എല്ലാ ന്യൂനതകളും പരിഹരിക്കപ്പെടാൻ നമ്മളെല്ലാവരും കൊടുക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് ഫിത്ർ സക്കാത്ത്. അപ്പോൾ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പല സംശയങ്ങളുണ്ട്. ഉസ്താദേ, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എവിടെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, പിന്നെ അരി എത്രയാണ് അളവ്, പിന്നെ ഏത് സമയം വരെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുക്കണം, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇൻഷാ അല്ലാ എല്ലാ സംശയങ്ങൾക്കും നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ള ഒരു ഫിത്ർ സക്കാത്തിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് കൂടി അത് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യൂ, നേരെ വീഡിയോയിലേക്ക് പോകൂ.